ഹലോ, വെൽക്കം ബാക്ക് ടു യുവർ ചാനൽ. അപ്പോൾ നമ്മുടെ എല്ലാ കൂട്ടുകാരും ഹാപ്പി ആയിട്ടിരിക്കുകയാണ് വിശ്വസിക്കുന്നത്. നമ്മളും കുഴപ്പമൊന്നുമില്ല, ഹാപ്പി ആയിട്ടിരിക്കുന്നു. എനിക്ക് നല്ല രീതിയിലാട്ടോ നമ്മുടെ ചീവീടും കിളികളും ഭയങ്കര ബഹളം തന്നെയാണ്. അപ്പോൾ ഏത് ടൈമിൽ നമുക്ക് ഈ ഒരു കലപില ബഹളം തന്നെയാണ് കേട്ടോ. അതേപോലെ തന്നെ ഇപ്പോൾ ഒരു 1 വീക്കായിട്ട് നമുക്ക് മഴയൊക്കെ നല്ല രീതിയിൽ തന്നെ കുറവുണ്ട്. അത് എല്ലാവർക്കും ഈ ഒരു മഴ കുറവുണ്ടോ എന്ന് അറിയില്ല, എന്നാലും നമുക്കിവിടെ നല്ല വെയിലെന്ന് പറയാം കേട്ടോ. കാരണം ഒരു മഴക്കാലമായിട്ടുണ്ട് നമുക്ക് തോന്നണേ ഇല്ല കേട്ടോ. അപ്പോൾ നേരം വെളുത്ത് കഴിഞ്ഞാൽ പിന്നെ പെട്ടെന്നൊരു 8 മണിയൊക്കെ ആകുമ്പോഴത്തേന് വെയിലൊക്കെ വന്ന് തുടങ്ങും കേട്ടോ. അപ്പോൾ എന്തായാലും നല്ല രീതിയിൽ നല്ല ചൂടുള്ള വെയിൽ തന്നെയാണ് കേട്ടോ. നമുക്ക് എന്തെങ്കിലുമൊക്കെ ഉണക്കാനൊക്കെ ആണെങ്കിൽ, അതായത് ഈ ഒരു മഴക്കാലം എന്നൊക്കെ പറയുമ്പോൾ ഇങ്ങനെ ഒരു വെയിൽ കിട്ടുന്ന സത്യം പറഞ്ഞാൽ കഴിഞ്ഞ വർഷം നമുക്ക് ഇതുപോലെയൊന്നും കിട്ടിയിട്ടില്ല കേട്ടോ. കാരണം അത്രത്തോളം മഴ തന്നെയായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ അപേക്ഷിച്ച്. പ്രാവശ്യം പൊതുവെ നമുക്ക് മഴ കുറവ് തന്നെയാണ് കേട്ടോ. എനിക്ക് നല്ല രീതിയിലായിട്ട് കിളികളുടെ സൗണ്ട് കേൾക്കുന്നതുകൊണ്ട് നല്ല കനത്ത കാറ്റും കൂടി ഉണ്ട്. അപ്പോൾ ഇപ്പോഴും അത്യാവശ്യം നല്ല വെയിൽ തന്നെയാണ്. പിന്നെ നമ്മൾ ഈ ഒരു ഭാഗത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ ഇവിടെ കുറേ മരങ്ങളുടെ ഒരു ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവിടെ ഒരു തണുപ്പുണ്ട് നമ്മൾ നിൽക്കുന്ന ഒരു ഏരിയ എന്നൊക്കെ പറയുമ്പോൾ. അപ്പോൾ എന്തായാലും രാവിലത്തെ എല്ലാ പരിപാടിയും കഴിഞ്ഞു കേട്ടോ. അതേപോലെ തന്നെ നമ്മളിപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ടുണ്ട് ഒരു ലോങ് വീഡിയോ ആയിട്ട് വന്നിട്ട്. അപ്പോൾ അത് വേറൊന്നും അല്ല കേട്ടോ, നമ്മൾ ചെറിയൊരു യാത്രയിലൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടാണ് നമുക്ക് പ്രോപ്പറായിട്ട് വീഡിയോ ആ ഒരു ടൈമിൽ അപ്ലോഡ് ചെയ്യാൻ പറ്റാതിരുന്നത്. പക്ഷേ ഒന്നും പറയാൻ സമ്മതിക്കില്ല എന്നുള്ള രീതിയിലാണ് ചീവിടിങ്ങനെ കലതിലാന്ന് ബഹളനായിക്കൊണ്ടിരിക്കും. രാത്രിക്കാലം തന്നെ ഒരു മുഴക്കാട്ടോ ചീവിയിലേക്ക് കേൾക്കും. നമ്മൾ ഉറങ്ങുമ്പോൾ വരെ അത്രയും നല്ലൊരു ഹാർഡായിട്ടൊരു വോയിസ് ആട്ടോ. എനിക്ക് ചെറുതും വലുതായിട്ട് ഒത്തിരി ഇൻഡിക്കേറ്റ് ചെയ്ത് നമുക്കിങ്ങനെ കാണാൻ വേണ്ടി വരും. അപ്പോൾ ഇവിടെയൊക്കെ നമ്മൾ വാഴ വെച്ചിരിക്കുകയാണ്. അപ്പോൾ കുറച്ച് വാഴകൾക്ക് നമ്മൾ കുഴക്കുന്നതനുസരിച്ച് വെട്ടി തുടങ്ങിയിട്ടുണ്ട്. അത് കുറച്ചൊന്ന് മൂക്കുന്നതനുസരിച്ച് നമ്മൾ വെട്ടിയിട്ടുണ്ട്. ബാക്കി കുറച്ച് അവിടെ നിൽക്കുന്നുണ്ട്. പിന്നെ നല്ല കാറ്റിലും മഴയൊക്കെ ആയ ടൈമിൽ, അത് നല്ല കാറ്റ് വന്ന ടൈമിൽ നമുക്ക് കറക്റ്റായിട്ട് കെട്ടാൻ പറ്റാതെ ചിലതൊക്കെ കുട്ടി നീണ്ടുകൊണ്ട്. അപ്പം എന്താ ഇവിടെയൊക്കെ കുറച്ചൊക്കെ നമ്മളിതാ വെട്ടിയിട്ടുണ്ട്. അതേപോലെ നോക്കി ഇടയിൽ ഇതേപോലെ ഇതിപ്പോൾ കെട്ടിയതാട്ടോ, കെട്ടിയതും വേണ്ടിയിട്ടുണ്ട് കേട്ടോ. ചിലതൊക്കെ അതേപോലെ തന്നെ ഇത് കെട്ടിയിട്ടൊന്നുമില്ല, പക്ഷെ നോക്കി അതിന് മുന്നേ ഇതുപോലെ നിലം പതിച്ചിട്ട്. അപ്പോൾ ഇതുപോലെ ഇടയ്ക്കായിട്ട് നോക്കി ഇടയിൽ നമുക്ക് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. പിന്നെ ആ ഒരു ഭാഗത്തേക്ക് കുറച്ച് വെട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ ചിലതൊക്കെ ഇനി മൂത്ത് വരുന്നതേ ഉള്ളൂ കേട്ടോ. എന്നാലും കുറച്ച് ടൈം എടുക്കുമായിരിക്കും നന്നായിട്ടൊന്ന് മൂത്ത് വരാൻ വേണ്ടിയിട്ട്. അപ്പോൾ എന്തായാലും നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോയിലൂടെ ഞാൻ നമ്മുടെ കൂട്ടുകാർക്ക് കാണിച്ചു തരാൻ വേണ്ടി വളരെ സ്പെഷ്യലായിട്ടൊരു ഷൂട്ടാണ്. അപ്പോൾ കുറച്ച് പേരെങ്കിലും കണ്ടിട്ടുണ്ടാവും, എന്നാൽ കുറേ പേര് കാണാത്തവരും ഉണ്ടാവും. അപ്പോൾ നമ്മുടെ വീഡിയോസിൽ തന്നെ നമ്മൾ കഴിഞ്ഞ പ്രാവശ്യം ഒരു വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോയുടെയും കുറേ പേരൊക്കെ കണ്ടിട്ടുണ്ടാവും. എന്തായാലും കാണാത്ത കൂട്ടുകാർക്ക് അതേപോലെ ഇപ്പോൾ നമ്മുടെ ഇതിലുള്ള ഇതിൻ്റെ അപ്ഡേഷൻ കാണിക്കാൻ വേണ്ടിയാണ് ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ. അപ്പോൾ സംഭവം വേറെ ഞാൻ ഒരുപാട് സസ്പെൻസ് ഒന്നും എടുത്തില്ല. അപ്പോൾ നിൽക്കുന്നതിന് നേരെ അടുത്ത് തന്നെ ആയിരുന്നു. അപ്പോൾ നമുക്ക് കുറച്ച് നമ്മുടെ വീട്ടിലായിരുന്നു കുറച്ച് ഡിസ്റ്റൻസ് ഉണ്ട് ഈ ഒരു ഫ്രൂട്ട് നിൽക്കുന്നതിൻ്റെ അടുത്ത്. അപ്പോൾ തന്നെ നമുക്ക് നേരെ അതിൻ്റെ ചോട്ടിലേക്ക് പോകാം. അപ്പോൾ പോകാൻ ഏരിയ എന്നൊക്കെ പറയുമ്പോൾ നോക്കി ഒരു ഭാഗത്ത് അത്യാവശ്യം കാടൊക്കെ ആയി തുടങ്ങിയിരുന്നു. കുറച്ച് സാഹചര്യം പിടിച്ച് വഴിയിലൂടെ ഒരു തരത്തിൽ നമ്മൾ പറയാൻ സമ്മതിക്കുന്നില്ല എന്നുള്ള രീതി തന്നെയാണ് ഇപ്പോഴും വലിയൊരു മുഴക്കം കലബില അങ്ങനത്തെ തന്നെ ഇടമുണ്ടായാലും നമുക്കിനി അത് നോക്കി ഇരുന്നിട്ട് കാര്യമില്ല. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോകണം. അപ്പോൾ ആ ഒരു റെഡ് കളറിൽ ആ ഒരു ഭാഗത്ത് കാണുന്നത് മൊത്തത്തിൽ റെഡ് മഴയായിട്ട് നിൽക്കാതെ ആ ഒരു മരം മൊത്തത്തിൽ. അപ്പോൾ നമുക്ക് എന്താ സംഭവം നമുക്ക് നേരിട്ട് തന്നെ കാണാം. അപ്പം നമുക്ക് നേരെ അങ്ങോട്ടേക്ക് പോവാം. പറഞ്ഞു വന്നതാ ഈ ഒരു ആശാനെക്കുറിച്ചാണേ. നോക്കി ഇതിൻ്റെ പേര് മൂട്ടിപ്പഴം എന്നാട്ടോ. കുറേ പേർക്കൊക്കെ അറിയാത്ത കുറേ പേരുണ്ടാവും. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറഞ്ഞത്. നോക്കി ആ ഒരു മരത്തിലിങ്ങനെ തിക്കായിട്ട് അത്രത്തോളം ഇങ്ങനെ ഫുള്ളായി അതുണ്ടായിട്ടുള്ളത്. മരത്തിൻ്റെ ആ ഒരു മണ്ട വരെ ഉണ്ട്. കാണാൻ എന്ത് രസമല്ലേ. നമുക്ക് നല്ല വീട്ടിൽ നല്ല റെഡ് കളറായിട്ട് ഇതിങ്ങനെ വളർന്നു വരുന്നത്. ഒരു പൂവും അതുപോലെ തന്നെ കുറച്ച് വലുതാവുന്ന അങ്ങനെ പല പല സ്റ്റേജിലൂടെ ആട്ടോ. അപ്പോൾ ആ ഓരോ സ്റ്റേജും കാണാൻ വേണ്ടി ഒരു പ്രത്യേക ലുക്ക് തന്നെയാണ്. അങ്ങ് മേൽഭാഗം വരെ ഉണ്ട് കേട്ടോ. എന്തായാലും അപ്പോൾ ഈ ഒരു മരം നിൽക്കുന്നതാണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് നിൽക്കുന്ന ഒരു തിട്ടാട്ടോ. അപ്പോൾ ഇത് അത്യാവശ്യം നല്ല വീട്ടിൻ്റെ താഴേക്ക് അടങ്ങി നിൽക്കുന്നത്. അപ്പോൾ താഴേക്ക് കുറച്ച് ഇറങ്ങി പോകാനുണ്ട്. അതിൻ്റെ കറക്റ്റ് ചോട്ടിലേക്ക് നമുക്ക് എത്താൻ വേണ്ടിയിട്ടുള്ളൂ. അപ്പോൾ എന്തായാലും എത്ര പേര് കണ്ടിട്ടുണ്ട്. എന്തായാലും നമ്മുടെ കാണാത്ത ഫ്രണ്ട്സിന് വേണ്ടി നമ്മുടെ ഇന്നത്തെ വീഡിയോയിലൂടെ ഈ ഒരു മൂട്ടിപ്പഴത്തിൻ്റെ ഒരു ഡീറ്റെയിൽ വീഡിയോ തന്നെ കേട്ടോ ഇന്ന് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അതേപോലെ തന്നെ ഈ ഒരു മൂട്ടിപ്പഴം പണ്ടൊക്കെ പശ്ചിമഘട്ട മലനിരകളിൽ മാത്രം കണ്ടുവരുന്നു എന്നാണ് കേട്ടോ പറയപ്പെടുന്നത്. മാത്രമല്ല നല്ലൊരു ടേസ്റ്റ് തന്നെയാണ് അത് കഴിക്കാനൊക്കെ ആയിട്ട്. അതേപോലെ തന്നെ നമ്മളെക്കാൾ കൂടുതൽ എനിക്ക് തോന്നുന്നു കാട്ടിലെ കുരങ്ങന്മാരും അണ്ണാന്മാർക്കൊക്കെ ഒരുപാട് പ്രിയപ്പെട്ടൊരു ഫ്രൂട്ട് കൂടി ആട്ടോ ഈ ഒരു മൂട്ടിപ്പഴം എന്ന് പറയുന്നത്. നോക്കുമ്പോൾ തന്നെ നമുക്ക് അറിയാൻ വേണ്ടി പറ്റും മൊത്തം കായ്ച്ചിട്ടുള്ളത് ആ ഒരു തടി തന്നെയാട്ടോ. നമുക്ക് ആ ഒരു കമ്പുകളൊക്കെ ഒരുപാടുണ്ട്, പക്ഷേ ആ ഒരു കമ്പുകളിലൊന്നും നമുക്ക് ഒരെണ്ണം പോലും കായ്ച്ചിട്ടുണ്ട്. അപ്പോൾ അതും കൂടി ഇതിൻ്റെ ഒരു പ്രത്യേകത തന്നെയാണ്. കാരണം ഒരു വേര് മുതലങ്ങ് മണ്ട വരെ ഫുള്ളായിട്ട് അങ്ങ് പറ്റി പിടിച്ചിട്ടാട്ടോ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടായിട്ടുള്ളത്. പിന്നെ ഈ ഒരു കായ് നമ്മൾ പൊട്ടിച്ച് കഴിഞ്ഞാൽ ചിലതിലൊരു 3 കുരുവൊക്കെ ഉണ്ടാവും, ചിലതിൽ 4 എണ്ണം ഉണ്ടാവും, അതേപോലെ തന്നെ ചിലതിൽ 1 ഉണ്ടാവും. അപ്പോൾ അങ്ങനെ കായയുടെ ആ ഒരു വലിപ്പത്തിനനുസരിച്ച് അതിൻ്റെ ഉള്ളിൽ ഉണ്ടാകുന്ന ഒരു സീഡിനും വ്യത്യാസമുണ്ട്.
താഴെ ആ ഒരു വേരിലൊക്കെ കഴിച്ചിട്ടുള്ള ഫ്രൂട്ട് കുറച്ചുകൂടി സൈസ് വെച്ചിട്ട്, കാരണം അത് ആദ്യം ഉണ്ടായതാണ്. അതുപോലെ തന്നെ നോക്കി ആ ഒരു മരത്തിൻ്റെ ഏറ്റവും ആ ഒരു താഴ്ഭാഗം മുതൽ അത് വേര് വരെ ഉണ്ടായി കിടക്കും കേട്ടോ. അപ്പോൾ അവിടെ കുറച്ച് കാടുണ്ട്. അപ്പോൾ എത്രത്തോളം ക്ലിയാരിറ്റിയിൽ കാണുന്നുണ്ടെന്നല്ല നോക്കി ആ ഒരു തടിയിലാട്ടോ ഈ ഒരു ഫ്രൂട്ട് ഉണ്ടാവുന്നത്. ഇങ്ങനെ വള്ളി പോലെ ഇങ്ങനെ കൊലകൊലയായിട്ടാട്ടോ മൊത്തത്തിൽ തന്നെ ഉണ്ടായി വന്നിട്ടുള്ളത്. അധികം ഫ്രൂട്ടുകളും നമ്മൾ കണ്ടിട്ടുള്ളത് കമ്പുകളിലായിരിക്കും ഉണ്ടാവുന്നത്, പക്ഷേ ഇതങ്ങനെയല്ല കേട്ടോ. അത് അതിൽ നിന്നും വ്യത്യസ്തമായിട്ട് നോക്കി എല്ലാം തടിയിൽ മാത്രമായിട്ട് ഉണ്ടാവാറുള്ളത്. അതേ പറ്റുന്നതാ ഇതാണ് ഇതിൻ്റെ ഇലകൾ വന്നിട്ട്. ഇലകളേക്കാൾ കൂടുതലായിട്ട് നോക്കി ഒരു ഫ്രൂട്ട് തന്നെയാണ് കേട്ടോ. പഴുത്ത് വരുന്നതേ ഉള്ളൂ. അപ്പോൾ കുറച്ചുകൂടി സൈസ് വെക്കും കുറച്ച് ദിവസം കൂടി കഴിയുമ്പോൾ. ഡേയ്സ് അല്ല, എന്തായാലും ഒരു 2 മാസം കൂടി എടുക്കും കേട്ടോ നന്നായിട്ട് നമ്മൾ പഴുത്ത് വരാൻ വേണ്ടിയിട്ട്. ഡേയ്സ് ആ ഒരു മേൽഭാഗത്തേക്ക് എത്തിയിട്ടുണ്ട്. പിന്നെ നമ്മുടെ ഈ ഒരു മൂട്ടിപ്പഴം എന്ന് പറയുന്നത് ഒരു സീസണൽ പ്ലാന്റ് ആണ് കേട്ടോ. അതായത് വർഷത്തിൽ ഒരിക്കൽ മാത്രമേ ഇതിൽ കായ ഉണ്ടാവുള്ളൂ. അതേപോലെ തന്നെ ഇത് ഉണ്ടായി വരാം, അതായത് ചെറിയൊരു പൂക്കളായിട്ടാട്ടോ സ്റ്റാർട്ടിങ് വരിക. അതുപോലെ തന്നെ ആ ഒരു ചെറിയ പൂക്കൾ പിന്നെ പല സ്റ്റേജിൽ നിന്നാണ് ഈ ഒരു ലെവലിലേക്ക് എത്തിത്തീരുക. അപ്പോൾ ഇനി എന്തായാലും കുറച്ച് നാളോട് കഴിയുമ്പോഴത്തേക്കും നല്ല സൈസും അതേപോലെ തന്നെ സൈസ് വയ്ക്കുന്നതനുസരിച്ച് കളറായാലും നല്ല കടും റെഡ് കളറായി മാറും കേട്ടോ. അതേപോലെ തന്നെ മരത്തിൻ്റെ തടിയിൽ പറ്റി പിടിച്ചിട്ടുണ്ടാകുന്ന ഈ ഒരു മൂട്ടിപ്പഴം എന്ന് പറയുന്നത് നല്ല ഇതന്നെ ഹാർഡാട്ടോ ഇതിൻ്റെ പുറന്തോട്. അപ്പോൾ പുറന്തോട് നമ്മൾ പൊട്ടിച്ചെടുത്ത് ഉൾഭാഗം കാണാൻ വേണ്ടി കാലത്ത് നമ്മൾ ഈ റംബൂട്ടാനൊക്കെ ഉണ്ടല്ലോ, റംബൂട്ടാൻ്റെ ഈ പുറന്തോടൊക്കെ പൊട്ടിച്ചിട്ട് നമ്മൾ ഉള്ളിലേക്ക് ഇങ്ങനെ കഴിക്കുക ഒരു ജെല്ലി പോലെയല്ലോ. അപ്പോൾ ആ ഒരു കൺസിസ്റ്റൻസിയിലാണ് ഇതിൻ്റെ ഉൾഭാഗം ഇരിക്കുന്നത്. പിന്നെ മറ്റുള്ള ഫ്രൂട്ട്സുകളൊക്കെ അപേക്ഷിച്ച് ഇങ്ങനെ കൊല കുത്തി കായ്ക്കുന്ന ഫ്രൂട്ട് തന്നെയാണ്. കാരണം അത് തടിയിൽ അത്രത്തോളം ചെറിയൊരു സ്പേസ് വരെ കവർ ചെയ്ത് നന്നായിട്ടാട്ടോ പറ്റിപ്പിടിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ പൂവുണ്ടായ ഒരു ടൈമിൽ നിറച്ചുണ്ടായിരുന്നു. അപ്പോൾ കുറച്ച് പൂവൊക്കെ ഇപ്പോൾ കൊഴിഞ്ഞു പോയിട്ടാട്ടോ ഈ ഒരു ലെവലിൽ നിൽക്കുന്നുണ്ടായാലും നല്ല തിക്കായിട്ട് അത്രത്തോളം ഒരു അടിപൊളിയായിട്ടാട്ടോ നമ്മുടെ ഈ ഒരു ഫ്രൂട്ട് ഇപ്പോൾ കായ്ച്ചിട്ടുള്ളത്. പിന്നെ നമ്മുടെ ഈ ഒരു മൂട്ടിപ്പഴം കഴിക്കാത്ത കൂട്ടുകാർക്ക് ഇതിൻ്റെ ടേസ്റ്റ് എങ്ങനെയാണെന്ന് അറിയണ്ടാവില്ല. അപ്പോൾ ഇതിനൊരു ചെറിയ മധുരം അതുപോലെ തന്നെ ചെറിയൊരു പുളിയൊക്കെ കൂട്ടിയുള്ളൊരു മിക്സ്ഡ് ആയിട്ടുള്ള ടേസ്റ്റാണ്. അതുപോലെ തന്നെ നന്നായിട്ട് പഴുത്ത് കഴിഞ്ഞാൽ പുളിയുടെ ആ ഒരു ഇത് വളരെ കുറവായിരിക്കും. ചെറിയൊരു നീര് പുളിപ്പ് മാത്രമേ ഉണ്ടാവുള്ളൂ, നല്ല മധുരമായിരിക്കും. മഴക്കാടുകളിലൊക്കെ മാത്രം കണ്ടുകൊണ്ടിരുന്ന ഈ ഒരു ഐറ്റം ഇപ്പോൾ നമുക്ക് നഴ്സറിയിലൊക്കെ ഇതിൻ്റെ തൈകളൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ എന്തായാലും ഇതുപോലത്തെ ഒരു മരം തന്നെ ധാരാളമാട്ടോ. കാരണം നമ്മൾ എത്ര പറിച്ചാലും തീരാത്തത്രയും ഫ്രൂട്ടാട്ടോ ഇതിലിപ്പോൾ തന്നെ ഉള്ളത്. അപ്പോൾ എന്തായാലും മേളിലേക്ക് അത്യാവശ്യം നല്ല രീതി തന്നെ ഉണ്ട്. അപ്പോൾ താഴ്ഭാഗത്ത് അതായത് മണ്ണിൽ മുട്ടിയിട്ട് അത്രത്തോളം നല്ല ഇതിന് അടിഭാഗത്തും നന്നായിട്ട് തന്നെ ഉണ്ടായിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇപ്പോൾ സീസൺ ആയതുകൊണ്ടും അതുപോലെ തന്നെ ഇതിങ്ങനെ നിറച്ചിങ്ങനെ ഉണ്ടായി നിൽക്കുന്നത് കാണുമ്പോൾ നമുക്കിത് എവിടെ നിന്ന് നോക്കുകയാണെങ്കിലും നമുക്ക് പെട്ടെന്ന് തന്നെ ഇതിലേക്ക് നോട്ടെത്തിടും. കാരണം അത്രത്തോളം റെഡ് കളറിൽ ഇങ്ങനെ വളരും തോറും റെഡ് കളർ ഇങ്ങനെ കൂടി അത്രത്തോളം നല്ല രീതിയിൽ തന്നെ എല്ലാവരും അട്രാക്ട് ചെയ്യുന്ന രീതിയിലാട്ടോ ഈ ഒരു ഫ്രൂട്ട് ഇപ്പോൾ നിൽക്കുന്നത്. അപ്പോൾ എന്തായാലും ഇതിൻ്റെ സീസൺ ആയതുകൊണ്ട് തന്നെ ഇവിടെ ഈ ഒരു ടൈമിൽ ഒരുപാട് പേര് ഈ ഒരു ഫ്രൂട്ട് അന്വേഷിച്ച് വരാറുണ്ട്. കാരണം ഈ ഒരു ഭാഗത്തായാലും ഒരുപാട് ഏരിയസിലും ഒന്ന് കാണാറില്ല. അപ്പോൾ ഈ ഒരു ഫ്രൂട്ട് കഴിച്ചവരും കണ്ടവരും ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യാൻ വേണ്ടി മറക്കല്ലേ. അപ്പോൾ നമ്മുടെ ഇങ്ങനത്തെ കുഞ്ഞു വീഡിയോ അവിടെ വൈൻഡപ്പ് ചെയ്യാൻ നല്ല രീതിയിലായിട്ട് നാളെ കാണാം.